സാധാരണഗതിയിൽ രാഷ്ട്രീയപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സംഘടനകളോ അതല്ലെങ്കിൽ ഇഷ്യൂസോ അങ്ങനെയൊക്കെ ഏതെങ്കിലും സംഭവത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുകയോ ഒന്നുമില്ലാത്തൊരു സമയത്ത് വളരെ പർപ്പസ്ഫുള്ളി ആളുകളെല്ലാം വാതിലടച്ചകത്തിരിക്കുന്ന ഒരു സമയത്ത് രാത്രി ഒരു 10:40 ശേഷം ഇത്തരത്തിൽ ഒരു സ്ഫോടനം നടത്തുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അന്ന് ആളുകൾക്ക് ഒരുപക്ഷെ കറക്റ്റായിട്ട് ഈ ലക്ഷ്യം മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകൂ എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ നിജസ്ഥിതി ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ശോഭാ സുരേന്ദ്രന്റെ വീടിന് മുന്നിൽ പടക്കം പൊട്ടിച്ചതാകാമെന്ന് അപ്പോഴേ പറഞ്ഞ ഒരാളുണ്ട്. അത് ഇ.പി. ജയരാജനാണ്. വിഷു കഴിഞ്ഞതല്ലേ ഉള്ളൂ, പടക്കങ്ങൾ എവിടെയൊക്കെ പൊട്ടുന്നുവെന്ന് ആണ് ഇ.പി. ജയരാജൻ പറഞ്ഞത്. എവിടെയെല്ലാം പടക്കം പൊട്ടുന്നുണ്ട്. വിഷുവല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ പല സ്ഥലത്തും പടക്കം പൊട്ടു. ആ പടക്കമെല്ലാം പലതിൻ്റെ ഭാഗമായിരിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ എനിക്ക് അവരെ അറിയില്ല. എനിക്കറിയാത്ത ഒരാളെക്കുറിച്ചും എനിക്ക് അവരെക്കുറിച്ച് മറ്റ് വിവരങ്ങളൊന്നും എനിക്കില്ല. അതുകൊണ്ടൊരു കാര്യം സംബന്ധിച്ച് ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല. പഴയ ചിലത് മനസ്സിൽ വെച്ചുകൊണ്ടുകൂടിയാണ് ഇ.പി. ജയരാജന്റെ കൂടിയായിരുന്നു ഇ.പി. ജയരാജന്റെ പ്രതികരണത്തിന്റെ വീടിന് മുന്നിലെ പൊട്ടിത്തെറിയിൽ ദുരൂഹത ഇല്ലെന്ന് പോലീസ്. നാട്ടുകാരായ 3 യുവാക്കൾ പടക്കം പൊട്ടിച്ചതാണ്. ഈസ്റ്ററിന് വാങ്ങിയ പടക്കമാണ്, ബാക്കിയിരുന്നത് കൊണ്ടെടുത്ത് പൊട്ടിച്ചതാണെന്ന് യുവാക്കൾ പോലീസിനോട് പറഞ്ഞു.